അനേകരും പരാജയത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പരിഗണിച്ച് വിജയിക്കുവാനുള്ള താല്പര്യം പോലും ഇല്ലാതെയാണ് ഇന്ന് ജീവിക്കുന്നത്. ഈ തെറ്റിയ വഴിയിൽ ജീവിക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഇതാകുന്നു എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്നത്രേ. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവസഭയുടെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് ക്രിസ്തുയേശുവാകുന്നു. വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രാഥമിക യോഗ്യത. ദൈവസഭയ്ക്ക് ഉപദ്രവകാരിയായിരുന്ന ശൗലിനെപ്പോലെ ഒരു വ്യക്തിയെ ജാതികളുടെ അപ്പോസ്തലനായി നിയമിക്കുക വഴി ക്രിസ്തുവിൻ്റെ കൃപയുടെയും കരുണയുടെയും മാഹാത്മ്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന 2 സുവിശേഷകർക്ക് പൗലോസ് എഴുതിയ ലേഖനങ്ങളാകുന്നുവല്ലോ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതെ, തിമത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ. വിശുദ്ധ പൗലോസിൻ്റെ വേലയുടെ ഫലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇവർ രണ്ടുപേരും. അതായത് പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് അവർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ടത്. ഈ യുവാക്കൾ അവനോടൊപ്പം സഹായികൾ ആയിട്ടുണ്ടായിരുന്നു. പ്രാദേശിക സഭയെക്കുറിച്ച് അവൻ അവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. ഈ 3 ലേഖനങ്ങളിലും പൗലോസ് 2 കാര്യങ്ങളാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്: സഭയുടെ വിശ്വാസ പ്രമാണവും സഭയുടെ പെരുമാറ്റ രീതിയും. തിമത്തിയോസിന് എഴുതുമ്പോൾ ഓർപ്പിക്കുന്നത് എഫെസോസിൽ താൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നത്രേ. അവിടെ അന്യഥ ഉപദേശിക്കരുതെന്നും കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്ന് പൗലോസ് ഉപദേശിച്ചു. തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നാം ചിന്തിച്ചു. തുടർന്ന് പൗലോസിൻ്റെ വ്യക്തിപരമായ സാക്ഷ്യമാകുന്നു നാം കാണുന്നത്. 11-ാം വാക്യം, 1 തിമത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഇവിടെ ഇതാ മറ്റൊരു അതുല്യമായ പ്രസ്താവന. സഭകൾക്ക് എഴുതുമ്പോൾ പൗലോസ് ഉപയോഗിക്കാത്ത ഈ പ്രസ്താവന ഈ യുവ പ്രസംഗകൻ എഴുതുമ്പോൾ മാത്രമാണ് നാം കാണുന്നത്. മഹത്വമുള്ള സുവിശേഷം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് മഹത്വമുള്ള കാര്യം തന്നെയാണ്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഊന്നിപ്പറയുകയാണ്, ലോഡ്ഷിപ്പ്. ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കി. ശുശ്രൂഷ എന്ന ചിന്ത ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്രിസ്തു വിശ്വാസികളും ശുശ്രൂഷയിലാണ്, അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തെത്തുന്നവർ മാത്രമല്ല. ഒരു ദൈവപൈതലെങ്കിൽ നമ്മിൽ ആരും തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വെളിയിലല്ല. ഇതെപ്പോഴും ഓർത്തോണം. സഭയിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ്, കുറേ പേർ പറയുന്നു ഇത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷയാണ്, നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട. വേറെ കുറേ പേർ ചിന്തിക്കുന്നു ഞങ്ങൾ അവരുടെ ശുശ്രൂഷ ഏൽറ്റാൽ മതി, അല്ലാതെ ഞങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന്. ഇത് രണ്ടും തെറ്റാ. പൗലോസ് ഇവിടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച അതേ പദമാണ് ഡീക്കൻ അഥവാ ശുശ്രൂഷകൻ എന്നുള്ളതിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ക്രിസ്തു വിശ്വാസിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് ഈ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, ഇടയന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്.
വിശുദ്ധ പൗലോസ് ഭരണാധികാരികളെ പോലും ദൈവത്തിൻ്റെ ശുശ്രൂഷകർ എന്നാണ് വിളിക്കുന്നത്. ഭരണാധികാരികൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കേണ്ടതാണ്. ദൈവം തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു സുവിശേഷകനായി നിയമിച്ചതിനാൽ പൗലോസ് ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഓരോ ക്രിസ്തു വിശ്വാസിക്കും ദൈവത്തിനായി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ തികയ്ക്കുവാനുണ്ട് എന്ന് നാം മറക്കരുത്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു. ഈ ഭയാനകമായ വാക്ക് ഉപയോഗിച്ച് താൻ ഒരു ദൈവദൂഷകനായിരുന്നു എന്ന് പറയുന്നു. അവൻ കർത്താവായ യേശുവിനെ ദുഷിക്കുകയും അവനെ വെറുക്കുകയും ചെയ്തു. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പൗലോസ് അവിടെ നിന്ന് കർത്താവിനെ ദുഷിച്ച് കാണും എന്നത്രയും ഞാൻ കരുതുന്നത്. അന്ന് നടന്നൊരു വലിയ സംഭവമാണല്ലോ. അതുകൊണ്ട് പൗലോസ് തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നിരിക്കും. താൻ ദൂഷകനും ഉപദ്രവിയും സഭയെ മുടിപ്പിക്കുവാൻ ശ്രമിച്ചവനുമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ടവൻ പറയുകയാണ്, എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു. തൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ താൻ കൃപയാലാകുന്നു രക്ഷിക്കപ്പെട്ടതെന്ന് പൗലോസ് പറയും. എന്നാൽ അവനെ ശുശ്രൂഷയ്ക്കാക്കിയത് ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത് എന്നുറപ്പുള്ള ഓരോ ദൈവ പൈതലും ഈ കരുണയായിരിക്കും അവരുടെ ഓർമ്മയിൽ ആദ്യം വരുന്നത്. എൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് കർത്താവ് എന്നെ ഈ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതെന്ന്. വർഷങ്ങൾ കുറേ ആയി. യാതൊരു കഴിവുമില്ലാതിരുന്ന എന്നെ വിളിച്ച ദൈവകൃപ, ദൈവത്തിൻ്റെ കരുണ അപാരം തന്നെയാണ്. പൗലോസ് പറയുന്നു, അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട്. ഇതായിരുന്നു പൗലോസിൻ്റെ അവസ്ഥ. അതെ, ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാകുന്നു. അവിശ്വാസത്താൽ അറിയാതെ ചെയ്യുന്നു. അതുകൊണ്ടാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ക്ഷമിച്ച് കിട്ടുന്നത്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. പൗലോസ് ദൈവകൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ആ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുത്തേക്ക് അവനെ കൊണ്ടുവന്നു. വീണ്ടും ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ. ഞാൻ ഇനിയും 15-ാം വാക്യം വായിക്കട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് ഉറപ്പാക്കി തരുന്ന ഒരു വാക്യമായതിനാൽ ഇത് തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാകും. ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ ഗുരുവായിട്ടല്ല കർത്താവായ യേശു ക്രിസ്തു വന്നത്. അവൻ തീർച്ചയായിട്ടും അതായിരുന്നു എന്നത് സത്യമാണ്. അവൻ ഒരു വലിയ ധാർമ്മിക മാതൃക കാണിക്കുവാനല്ല വന്നത്. അവൻ നല്ല മാതൃകയായിരുന്നു. അവിടുന്ന് ഒരു രക്തസാക്ഷിയായി തീരുവാനല്ല വന്നത്. അതെ, ഒരു വിധത്തിൽ അവൻ രക്തസാക്ഷിയായി. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അനുഭവസാക്ഷ്യം നൽകുമ്പോൾ താങ്കൾ എത്ര നല്ല വ്യക്തിയായിരുന്നു എന്ന് ആളുകളോട് പറയുവാൻ ശ്രമിക്കരുത്. താങ്കളുടെ മിടുക്കും കഴിവുകളും നേട്ടങ്ങളും ഒന്നും പറയുവാൻ ശ്രമിക്കരുത്. ആളുകളോട് പറയേണ്ടത് താങ്കൾ ഒരു പാപിയായിരുന്നു, എന്നാൽ കർത്താവ് താങ്കളെ രക്ഷിച്ചു. അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. പാപിയായിരുന്ന എന്നെ അവൻ രക്ഷിച്ചു. അവിടുന്ന് എന്നെ തൻ്റെ പൈതലാക്കി. ഈ സമൂഹ മാധ്യമങ്ങളുടെ ഈ കാലത്ത് ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പണ്ടൊക്കെ ഇത് പള്ളികളിലും കൺവെൻഷനുകളിലും മാത്രം ഒതുങ്ങിയിരുന്നു എങ്കിൽ ഇന്നിത് ലോകം മുഴുവൻ കാണത്തക്കവണ്ണം മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ആരുടെയും അനുഭവത്തെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് നിങ്ങളുടെ കുലമഹിമയും വിദ്യാഭ്യാസവും കഴിവുകളും സ്ഥാനമാനങ്ങളും എല്ലാം പറഞ്ഞ് അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു ദൈവപൈതലായത് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ മഹത്വം കിട്ടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്.
ക്രിസ്തുവിനെ ഉയർത്തേണ്ട സ്ഥാനത്ത് കേൾക്കുന്നവരും കാണുന്നവരും നിങ്ങളെ മാത്രമാണ് കാണുന്നതും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും നിങ്ങളെപ്പോലെ ആയിത്തീരാൻ ശ്രമിക്കാറുണ്ട്. നാം പാപികളായിരുന്നു, ദൈവത്തിൻ്റെ കരുണയാൽ നാം ദൈവമക്കളായിത്തീർന്നു, അത്രമാത്രം. അത് മതി. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് ദൈവം തന്നെ ചെയ്യട്ടെ. പൗലോസ് തൻ്റെ അനുഭവം പറയുന്ന ആ പാപികളിൽ താൻ ഒന്നാമനെന്ന്. താൻ പാപികളിൽ ഒന്നാമനായിരുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് ഭംഗിവാക്കൊന്നും ഉപയോഗിക്കുകയായിരുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൻ ആരെയെങ്കിലും ആകർഷിക്കുവാൻ ശ്രമിക്കുകയുമല്ലായിരുന്നു. അവൻ സത്യം പറയുക മാത്രമായിരുന്നു. അവൻ പാപികളിൽ ഒന്നാമനായിരുന്നു. അവൻ കർത്താവിനെക്കുറിച്ച് ദൂഷണം പറഞ്ഞു. അവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞതാണ്. ആ വലിയ കുറ്റബോധം ഒരുപക്ഷെ അവനെ എപ്പോഴും അലട്ടുന്നുണ്ടായിരിക്കും. പൗലോസ് പറയുന്നു, എന്നിട്ടും എത്ര മനോഹരം, എന്നിട്ടും ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു. ഞാൻ ഭയങ്കര പാപിയാണ്, യേശുവിന് എന്നെ രക്ഷിപ്പാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് താങ്കൾ പറയുന്ന പക്ഷം, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പൗലോസ് പാപികളിൽ ഒന്നാമനായിരുന്നു, ഒന്നാമൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷിക്കപ്പെടാം, ദൈവ പൈതലായിത്തീരും. തീരുമാനം താങ്കളെ ആശ്രയിച്ചിരിക്കുന്നു. ലോകത്തിൽ ആർക്കും ക്ഷമിക്കുവാൻ സാധിക്കാത്ത വലിയ പാപമാകുന്നു ഞാൻ ചെയ്തത് എന്ന് താങ്കൾ ചിന്തിക്കുന്നു എങ്കിൽ ഓർക്കൂ, പൗലോസിനോട് ക്ഷമിച്ച ദൈവം താങ്കളോടും ക്ഷമിക്കും. തീരുമാനം നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരിക മാത്രമാണ്. ബാക്കിയൊക്കെ അവിടുന്ന് ചെയ്തുകൊള്ളൂ. പൗലോസ് പറയുന്നു, അവിടുന്ന് വിശ്വസ്തനാകുന്നു എന്ന്. തന്നെ അംഗീകരിച്ച ദൈവം വിശ്വസ്തനാകുന്നു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. എനിക്ക് കരുണ ലഭിച്ചു. ഒരു ശുശ്രൂഷകനാകുവാൻ, ഒരു സുവിശേഷകനാകുവാൻ പൗലോസിന് കരുണ ആവശ്യമായിരുന്നു. പൗലോസ് പറയുന്നത് താൻ ഒരു പ്രസംഗകൻ മാത്രമല്ല, പിന്നെയോ സുവിശേഷത്തിൻ്റെ ഒരു മാതൃക കൂടിയാകുന്നു എന്നത്രേ. 17-ാം വാക്യം, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ഈ വലിയ ആശീർവാദ വചനങ്ങളെ പറയുകയല്ലാതെ അല്പം പോലും മുൻപോട്ട് പോകുവാൻ പൗലോസിന് കഴിയുകയില്ല. ആരാകുന്നു നിത്യരാജാവ്? അതെ, കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ആരാണ് കർത്താവായ യേശുക്രിസ്തു? ഏകജ്ഞാനിയായ ദൈവം. കർത്താവായ യേശു ദൈവമായിരുന്നു. ഇത് പൗലോസ് പഠിപ്പിച്ചിരുന്നില്ല എന്ന് ഇനിയും പറയരുത് പ്രിയ സുഹൃത്തെ. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിട്ടാണ് പൗലോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള അവൻ്റെ സാക്ഷ്യവും ഇവിടെ പറയുന്നു. നിത്യരാജാവായ അക്ഷയനായ അദൃശ്യനായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. പൗലോസ് തൻ്റെ സ്വന്തം അനുഭവങ്ങൾ എഴുതുന്നത് എത്ര മനോഹരമായിട്ടാകുന്നു എന്ന് നിങ്ങൾ കണ്ടോ? തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദിയുള്ളവനായിരിക്കുന്നതിൻ്റെ 3 കാരണങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ നാം കണ്ടത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് 3 ക്രിയകൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്ന്, എനിക്ക് ശക്തി നൽകിയ. ശക്തി ഉള്ളിൽ ഇടുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ദൈവം പൗലോസിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ആ വിളി പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ശക്തി അവനിൽ നൽകുകയുണ്ടായി. ശുശ്രൂഷയിലായിരിക്കുന്ന അനേകർക്കുമുള്ള ഒരു പ്രശ്നമാണ് അധിക ഭാരം വരുമ്പോൾ ആകെ തളർന്നു പോകുക. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഇല്ലായ്മകളെ എടുത്തെടുത്ത് പറയുക. എന്നാൽ ഒരു കാര്യത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ ശക്തി പോയി എന്ന് വന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി മാറാത്തതാണ്, അത് പോകാത്തതാണ്. താൻ ഏതിനായി വിളിച്ചിറക്കിയോ അതിനുള്ള ശക്തിയും കൂടി നിറച്ചാണ് അവൻ നമ്മെ ആക്കുന്നത്. ഈ ശക്തിയാണ്, ഇതിൻ്റെ ഉറപ്പാണ് ഓരോ സുവിശേഷകനിലും ഓരോ ശുശ്രൂഷകനിലും നാം നോക്കേണ്ടത്. രണ്ടാമതായി, ദൈവം പൗലോസിനെ വിശ്വസ്തൻ എന്നെണ്ണി.
വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ എന്ന അർത്ഥമാണ് പലപ്പോഴും ഇവിടെയുള്ളത്. കഴിവുകളോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല, വിശ്വസ്തതയാണ് ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകനിൽ നാം കാണേണ്ടതായിട്ടുള്ളത്. ദൈവം നോക്കുന്നത് അതാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. പല വലിയ വലിയ പ്രസംഗകരുമായി നാം താരതമ്യപ്പെടുത്താറുള്ള പല ഉന്നത കഴിവുകളും പൗലോസിൽ നാം കണ്ടെന്ന് വരില്ല. അവന് വലിയ ഒരു മനസ്സുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ പല വലിയ പ്രസംഗകരെയും പോലെ വാക്സാമർത്ഥ്യം അവനില്ലായിരുന്നു എന്ന് പൗലോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അവൻ്റെ ശാരീരിക സ്ഥിതി വളരെ മോശമായിരുന്നു, പലപ്പോഴും രോഗിയായിരുന്നു. എന്നിട്ടും അവൻ വിശ്വസ്തനായിരുന്നു. വലിയ പ്രതിസന്ധികളിലും ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുവാൻ അവൻ തയ്യാറായിരുന്നു. ആ മനസ്സായിരുന്നു ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ അവനെ ശക്തീകരിച്ചത്. ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യൻ്റെ വിശ്വസ്തതയും കൂടിച്ചേരുമ്പോൾ എത്ര വലിയ കാര്യം നടക്കുമെന്ന് പൗലോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നു. മൂന്നാമതായി, ദൈവം പൗലോസിനെ ശുശ്രൂഷയ്ക്കാക്കി. ഇവിടെ പൗലോസ് ഒരു നിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ശുശ്രൂഷയ്ക്കുള്ള വിളി, അവൻ്റെ മാനസാന്തരത്തിൻ്റെ സമയത്താകും ആ വിളിയുണ്ടായത്. ഈ 3 ഉറപ്പുകൾ തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം പൗലോസിനെ സഹായിച്ചു എന്ന് നമുക്കറിയാം. അവൻ പിന്മാറിപ്പോകാതിരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാകും. പൗലോസ് തൻ്റെ അനുഭവം പറഞ്ഞതിന് ശേഷം തിമൊഥെയോസിനുള്ള നിർദ്ദേശം അവൻ നൽകുന്നു. 18-ാം വാക്യം നോക്കിക്കാട്ടെ. മകനെ തിമൊഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പൗലോസ് പറയാം, മകനെ തിമൊഥെയോസേ, ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. പൗലോസ് തിമൊഥെയോസിന് എഴുതിയ ലേഖനം വളരെ പ്രായോഗികവും പ്രാദേശിക സഭയെ സംബന്ധിക്കുന്നതും തിമൊഥെയോസിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നതും ആകുന്നെങ്കിൽ തന്നെ അതിൽ നാം കാണുന്ന മറ്റൊരു സംഗതി അപ്പോസ്തലനായ പൗലോസും തിമൊഥെയോസും തമ്മിൽ നിലനിന്നിരുന്ന അടുത്ത ബന്ധമാണ്. ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ഒരു യുവ ശുശ്രൂഷകൻ എന്ന നിലയിൽ തിമൊഥെയോസിന് പൗലോസ് നൽകുന്ന വ്യക്തിപരമായ നിർദ്ദേശങ്ങളാണവ. മകനെ തിമൊഥെയോസേ, അവൻ പൗലോസിൻ്റെ ആത്മീയ പുത്രനായിരുന്നു എന്ന് നമുക്കറിയാം. പൗലോസ് അവനെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ചതാണ്. അവൻ പറയും, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം. പൗലോസിന് യഥാർത്ഥത്തിലുള്ള ആത്മീയ വിവേചന ശക്തി ഉണ്ടായിരുന്നു, ഡിസേൺമെൻറ്റ്. അങ്ങനെ ദൈവം പൗലോസിനെ നയിച്ചതിന് പ്രകാരമാണ് പൗലോസ് തിമൊഥെയോസിനെ തന്നോടൊപ്പം കൂട്ടിയത്. ആദിമസഭയിൽ തനിക്കുണ്ടായിരുന്ന വലിയ സ്ഥാനത്തിനായി തിമൊഥെയോസിനെ ഒരുക്കിയത് അതുകൊണ്ടായിരുന്നു. ദൈവം അത് പൗലോസിന് ഉറപ്പാക്കി കൊടുത്തിരുന്നു. ഇവിടെ പറയുന്നു, അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. താങ്കളുടെ ഹൃദയം ഇടുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു യുദ്ധം ചെയ്യരുത്. വിജയം ആഗ്രഹിക്കാതെയും ശരിയായ കാരണമില്ലാതെയും പോരാടരുത്. വിജയത്തിന് വേണ്ടി വേണം പോരാടേണ്ടത്. അതിൽ കുറച്ചൊന്നും പാടില്ല. പോരാടുമ്പോൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്ന ഉറപ്പുണ്ടായിരിക്കണം. ഒരു പടയാളിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ എല്ലാം അവൻ ഉദ്ദേശിച്ചിരുന്നത് യുദ്ധത്തിന് പോകുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്ഥിതിയെക്കുറിച്ചാണ്. എവിടെ പടയാളിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോഴും ഉദ്ദേശിച്ചതാ യുദ്ധത്തിന് പോകുവാൻ സ്വയം സമർപ്പിച്ച ഒരു മനസ്ഥിതി. അല്ലാതെ യുദ്ധം ഇല്ലാത്തപ്പോഴത്തെ തൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോ, തൻ്റെ ജോലി സ്ഥിരതയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോ, താൻ വിരമിക്കുമ്പോൾ കിട്ടുവാൻ പോകുന്ന പെൻഷനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോ, കുടുംബത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോ, ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാ മാസവും കാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന കോട്ടായെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോ അല്ല. ഈ പറയുന്ന പടയാളി തന്നെ യുദ്ധം ജയിക്കുവാൻ മാത്രം എറിഞ്ഞു കൊടുക്കുന്നവനാണ്. അതുപോലെ ക്രിസ്തുവിന് വേണ്ടി ഒരു പോരാട്ടം പോരാടുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ പൗലോസ് തിമൊഥെയോസിന് ആജ്ഞ നൽകുന്നു, അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസി എന്ന അവസ്ഥയിൽ തിമൊഥെയോസിനൊരു യഥാർത്ഥ ശത്രു ഉണ്ടായിരുന്നു. അവനൊരു ആത്മീയ പോരാട്ടത്തിലായിരുന്നു. അവൻ നല്ല യുദ്ധസേവ ചെയ്യണമെന്നും മറ്റു പലരെയും പോലെ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകരുതെന്നും പൗലോസ് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് പൗലോസ് തിമൊഥെയോസിന് ഉപദേശിക്കുന്നത്.
19 വാക്യത്തിൽ അവൻ പറയുന്നു, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നത് പലരും ചിന്തിക്കുന്നത് പോലെ അത്ര ആയാസരഹിതമല്ല. നമ്മുടെ മാനുഷികമായ അസ്ഥിരതകളിലും തോൽവികളിലും കാര്യമായ അപകടം പതിയിരിപ്പുണ്ട്. വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളോടാണ് നാം ഇടപെടുന്നത്. നമുക്കുള്ള വ്യക്തിത്വങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങൾ എവിടെയെങ്കിലും ദന്തഗോപുരത്തിലല്ല ജീവിക്കുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു. ചില ക്രിസ്തീയ വിശ്വാസികൾ ചിന്തിക്കുന്നത് അവർ ഇതൊന്നും ഏശാത്ത ഗോപുരങ്ങളിലാണ് പാർക്കുന്നത് എന്നത്രേ. എന്നാൽ നമ്മുടെ പട്ടണങ്ങളുടെ നടപ്പാതകളിലൂടെ നടക്കുകയും പരിപരുത്ത മനുഷ്യരുമായി തോളുരുമി ജീവിക്കുകയും ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്തെന്നാൽ നമ്മുടെ ജീവിതത്തിലും അസ്ഥിരതയും പരാജയങ്ങളും ഒക്കെ നാം കണ്ടെന്നു വരും. നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പരാജയങ്ങളിൽ ചേർത്ത് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതാണ് അപകടം എന്നോർക്കണം. അനേകരും പരാജയത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പരിഗണിച്ച് വിജയിക്കുവാനുള്ള താല്പര്യം പോലും ഇല്ലാതെയാണ് ഇന്ന് ജീവിക്കുന്നത്. ഈ തെറ്റിയ വഴിയിൽ ജീവിക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഇതാകുന്നു എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്നത്രേ. സുഹൃത്തെ, താങ്കളും ഞാനും പരാജയപ്പെടുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്തെന്നാൽ നാം അരുമനാഥൻ്റെ അടുത്തേക്ക് ചെന്ന് നാം പരാജയപ്പെട്ടു എന്ന് അവനോട് സമ്മതിക്കുക മാത്രമാണ്. ആകേണ്ട വിധമായിട്ടില്ല എന്ന് നാം ഏറ്റുപറയേണ്ടതുണ്ട്. ആത്മീയ പോരാട്ടത്തിന് ആവശ്യമായ 2 ആയുധങ്ങളെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അത് വിശ്വാസവും നല്ല മനസാക്ഷിയും. ഇവ നഷ്ടപ്പെടുത്തിയവരെക്കുറിച്ചാണ് തുടർന്ന് പൗലോസ് പറയുന്നത്. 20 വാക്യത്തിൽ, 1 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ, ഹുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹുമനയോസും അലക്സന്തറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. തൻ്റെ സമയത്തെ വഴിതെറ്റിയവരുടെ 2 ഉദാഹരണങ്ങൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. തിരുവചനത്തിൽ വേറെയും ഭാഗത്ത് അവൻ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് യാതൊരു നന്മയും അവന് പറയുവാനില്ല. തിമോഥെയോസിന് 2 ലേഖനം എഴുതുമ്പോൾ 4 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ചെമ്പുപണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു എന്നാണ്. ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ പുരുഷന്മാർ പരാജയപ്പെട്ടു. അവർ വിശ്വാസം വിട്ടുപോയവരാണ്. അവിടെ പൗലോസ് ഒരു ശുശ്രൂഷ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അപ്പസ്തോലന് മാത്രമേ ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവൻ പറയുന്നത് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നത്രേ. ഇത് ഇന്ന് കേൾക്കാറുള്ളതുപോലെ സഭയിൽ നിന്നുള്ള മുടക്കലല്ല. സഭയിൽ നിന്ന് മുടക്കുമല്ലോ, അതല്ല. ഒരു അപ്പോസ്തലൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ മനുഷ്യരെ സാത്താനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നങ്ങനെ ആരെയും സാത്താനെ ഏൽപ്പിക്കുവാൻ ആരും ശ്രമിക്കേണ്ടതില്ല. അതിനുള്ള അധികാരമില്ല. കാരണം ഇത് അപ്പോസ്തലന് മാത്രമുണ്ടായിരുന്ന വരമായിരുന്നു. ഇതുപോലുള്ള മറ്റൊരു സംഭവം കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:1 മുതൽ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. നോക്കണേ, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നതും ഇന്ന് നമുക്കില്ലാത്തതുമായ ഒരു അധികാരമാകുന്നു ഇത്. യാതൊരു മനുഷ്യനെയും സാത്താനെ ഏൽപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല. എന്നാൽ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. പത്രോസ് ഈ അധികാരം ഉപയോഗിച്ചു. അനന്യാസും സഫീറയും പത്രോസിൽ നിന്നും കേട്ടപ്പോൾ അവർക്കത് അനുഭവപ്പെട്ട് കാണും.
ഇന്നും ഈ പറയുന്ന വരങ്ങൾ ഉണ്ട് എന്ന് ചിന്തിച്ച് അബദ്ധം കാണിക്കുന്നവർ അനേകരാണ്. സൂക്ഷിക്കണം. വിശുദ്ധ പൗലോസ് തൻ്റെ ആത്മീയ പുത്രനായ തിമത്യോസിന് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് എത്രയോ പ്രയോജനകരമായിരുന്നു എന്ന് കണ്ടല്ലോ. അവയെ വളരെ ഗൗരവമായി എടുത്ത് നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ, അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനാലാകുന്നു ദൈവത്തിൻ്റെ സഭ നയിക്കപ്പെടേണ്ടത്. ക്രിസ്തുയേശുവിനെ ആവശ്യമുള്ള വലിയൊരു സമൂഹത്തിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ ജനം ആയിരിക്കുന്നതെന്ന് നാം വിസ്മരിച്ചുകൂടാ.